ഹലോ, വെൽക്കം ടു ഐഷാസ് വോയ്സ്. ആഴ്ചയെ കോഫി ലവ്. എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നല്ല മഴയുള്ള സമയത്ത് ചൂടുള്ള കോഫി കുടിച്ചിട്ടുണ്ടോ? നല്ലൊരു കപ്പ് കോഫി മതി നമ്മുടെ ഉറക്കവും ക്ഷീണവും പമ്പ കടക്കാൻ. ഇന്ന് നമുക്കെല്ലാവർക്കും സുലഭമായി കഴിക്കാൻ കിട്ടുന്ന കോഫി എങ്ങനെ നമ്മുടെ നാട്ടിലെത്തി എന്നതിന് പിറകിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയുണ്ട്. 17th സെഞ്ച്വറിയിൽ ബാബ ബുദാൻ എന്ന ഇന്ത്യൻ പിൽഗ്രിം മക്കയിലേക്ക് ഹജ്ജിന് പോയി. അവിടെ വെച്ച് കോഫിയുടെ ടേസ്റ്റ് അറിഞ്ഞ അദ്ദേഹത്തിന് കോഫി ബീൻസ് നാട്ടിൽ കൊണ്ടുപോകാൻ അതിയായ ആഗ്രഹം തോന്നി. ആ സമയത്ത് അറേബ്യൻ കൺട്രീസിൽ കോഫി ബീൻസ് എക്സ്പോർട്ട് ഇല്ലീഗലായിരുന്നു. പക്ഷേ ബാബ ബുദാൻ യമനിൽ നിന്നും 7 കോഫി ബീൻസ് താടിയിൽ ഒളിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് അവ അദ്ദേഹം കർണാടകയിലെ ചന്ദ്രഗിരി ഹിൽസിൽ നട്ടുപിടിപ്പിച്ചു. പിന്നീട് ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടെ കാപ്പി കൃഷി വളരെ പോപ്പുലറായി. ഇന്നിപ്പോൾ ഇന്ത്യയിലെ 70% കോഫി ഉൽപ്പാദിപ്പിക്കുന്നതും കർണാടകയാണ്. 2ാം സ്ഥാനത്ത് നമ്മുടെ കേരളമാണ്. 3ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് കമന്റ് ബിലോ. ലോകത്തിന് മുമ്പിൽ രുചികരമായ കോഫി എന്ന പാനീയം കണ്ടുപിടിച്ചത് ഒരാട് കാരണമാണ്. ആടോ? അതെ, ഒരാട് കാരണം. ഗൈസ്, യു നോ ദി സ്റ്റോറി, ലെറ്റ് മീ ടെൽ യു. അങ്ങ് ദൂരെ എത്യോപ്യയിൽ ഒരാട്ടിടയൻ തൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഏതോ ഒരു ചെടിയുടെ കായ്കൾ ഭക്ഷിച്ചതിന് ശേഷം തൻ്റെ ആടുകൾ വളരെ ഉന്മേഷത്തോടെ പരക്കം പായാൻ തുടങ്ങി. ആ കായ്കൾ പറിച്ചെടുത്ത് കഴിച്ച ആട്ടിടയനും ആ ഊർജ്ജസ്വലത അനുഭവപ്പെട്ടു. ഇനിയാണ് ശരിക്കുള്ള കഥ ആരംഭിക്കുന്നത്. പിന്നീട് കോഫി ഒരു ഭക്ഷ്യപദാർത്ഥമായി ഉപയോഗിച്ചു തുടങ്ങിയും ആദ്യകാലങ്ങളിൽ കോഫി ബീൻസ് പൊടിച്ചു ചേർത്ത് ഭക്ഷ്യവസ്തു എന്ന രീതിയിൽ ഉപയോഗിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സൂഫി സന്യാസിമാരുടെ ഒരു പ്രധാന പാനീയമായിരുന്നു കാപ്പി കൊണ്ടുള്ള ക്വഷീർ. അധിക സമയം പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഇവർക്ക് ഉണർന്നിരിക്കാനുള്ള ഒരു മെഡിസിൻ കൂടിയായിരുന്നു നമ്മുടെ കോഫി. ഗൈസ്, നിങ്ങൾക്കും പറയാനില്ലേ നല്ലൊരു കോഫി കഥ? അപ്പോൾ ഓക്കെ ഗൈസ്, ഇനിയും ഒരുപാട് വിശേഷങ്ങളുമായി ഇനിയും വരാം. ടിൽ ദെൻ, ദിസ് ഈസ് ഐഷ സൈനിങ് ഓഫ്. ബൈ ബൈ.